കാസർഗോഡ് 5 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച രണ്ടാനച്ഛൻ ഷൗക്കത്തിലെ വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരന്തരം തല്ലിയിരുന്നതായി കുട്ടി പോലീസിന് മൊഴി നൽകി. അയൽവാസി മൊബൈലിൽ പകർത്തി ദൃശ്യങ്ങൾ പോലീസിന് കൈമാറുകയായിരുന്നു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് പിതാവ് പറഞ്ഞു. നാട്ടുകാർ വിവരം തന്നതിനനുസരിച്ചാണ് കുട്ടികളെ വന്ന് കണ്ടതെന്നും പിതാവ് പറഞ്ഞു. മാസത്തോളമായി കുട്ടിയെ ദ്രോഹിക്കുന്നെന്ന് പറയുന്ന അയൽവാസികൾ. ഞാൻ പോയി അന്വേഷിച്ച് സ്റ്റേഷൻ മുഖേന ഞാൻ കംപ്ലയിൻറ്റും കൊടുത്തു. പിന്നെ അയൽവാസികളെല്ലാം വന്ന് കംപ്ലയിൻറ്റ് കൊടുത്തു. അതിനുശേഷം കുട്ടികളെ വിദ്യാനഗർ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. അവരെ അറസ്റ്റ് ചെയ്ത് കൊടുന്നു. മർദ്ദനം എന്ന് പറഞ്ഞാൽ നല്ലോണം മർദ്ദിച്ചിട്ടുണ്ട് കുട്ടീനെ. കുട്ടിക്ക് നടക്കാനും പോലും പറ്റുന്നില്ല. ഇപ്പോൾ കാൽക്ക് നെഞ്ചിനെല്ലാം വേദന ഉണ്ട്. അത് നല്ലോണം ബുദ്ധിമുട്ടുണ്ട് കുട്ടിക്ക്. പിന്നെ അതേപോലെ ഇപ്പോൾ അവരെ ഭാഗത്തുനിന്ന് നല്ലോണം ഭീഷണിയും ഉണ്ട്. നിങ്ങളെ വെറുതെ വിടില്ല, നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിയുണ്ട്. ഈ സൗക്കത്തലി എന്ന് പറയുന്ന ആൾ വലിയ ക്രിമിനലാണ്. ഗൗണ്ട ലിസ്റ്റിലെല്ലാം ഉണ്ടതുണ്ട്. രതീഷ് വാസുദേവനുണ്ട്, വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രതീഷ്, ആ അയൽവാസികൾ സമയോചിതമായി ഇടപെട്ടതുകൊണ്ട് ആ കുട്ടിക്ക് നിലവിൽ അതിൽ നിന്നൊരു മോചനമുണ്ടായി. പിതാവ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ഒരാൾ അയൽവാസികളുടെ അത്ര പോലും ഉത്തരവാദിത്തമില്ലാതെ 3 മാസത്തിന് ശേഷം വന്ന് കണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് മനസ്സിലാവുന്നത്. നിലവിൽ ആ കുട്ടി എവിടെയുണ്ട്, ആരുടെ കൂടെയാണ് ഉള്ളത്, അവരെ ഈ അതിക്രമം നടത്തിയ അയാളുടെ ഇടയിലോ അയാളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പരിസരങ്ങളിൽ നിന്നോ ഒക്കെ മാറ്റിയിട്ടുണ്ടോ? ഷാവലി, വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം, ക്രൂരമായ സംഭവം നടന്നത്. നിലവിൽ അയൽവാസികൾ ചിത്രീകരിച്ച മൊബൈൽ ദൃശ്യങ്ങൾ പോലീസിന് അയച്ചു കൊടുക്കുകയും പോലീസ് ഈ കുട്ടിയുടെ ആദ്യ പിതാവിനെ ബന്ധപ്പെട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും തുടർന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്ന് പരാതി വാങ്ങുകയായിരുന്നു സാഹചര്യം. ഇവർ ആദ്യ മാതാപിതാക്കൾ വേർപിരിഞ്ഞു കഴിയുകയായിരുന്നു. 4 മാസം മുമ്പാണ് 3 കുട്ടികളുണ്ട്. ഈ 3 കുട്ടികളുടെ ചുമതല മാതാവിനെ ഏൽപ്പിച്ചിട്ട് 4 മാസമേ ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മാതാവിന്റെയും രണ്ടാനച്ഛന്റെയും ചുമതലയിലായിരുന്നു ഈ 3 കുട്ടികളും ഉണ്ടായിരുന്നത്. 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ്. ഇളയ കുട്ടിയാണ് ഈ 5 വയസ്സുകാരൻ മർദ്ദനമേറ്റത്. ഇതിനിടയിൽ ഒരു 8 വയസ്സുകാരി പെൺകുട്ടിയുണ്ട്, ഒരു 11 വയസ്സുകാരനും കൂടിയുണ്ട്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ഇപ്പൊ പോലീസ് പ്രാഥമികമായി ഈ പിതാവിനെ വിളിച്ചു വരുത്തി പരാതി എഴുതി വാങ്ങുകയും ഈ പിതാവിന്റെ സംരക്ഷണയിൽ ഈ 2 ആൺകുട്ടികളെയും 11 വയസ്സുകാരനെയും 5 വയസ്സുകാരൻ മർദ്ദനമേറ്റ 5 വയസ്സുകാരനെയും താൽക്കാലിക ചുമതല ഇപ്പോൾ നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ സമയത്ത് ഈ മർദ്ദനം 3 മാസങ്ങളിലധികമായി തുടർന്നു എന്നാണ് അയൽവാസികൾ ഇപ്പോൾ പറയുന്നത്. ഈ പിതാവിനെ ബന്ധപ്പെടാൻ അയൽവാസിക്ക് ആദ്യഘട്ടത്തിൽ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യണമെന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. തുടർന്ന് ഒരു ധൈര്യം സംഭരിച്ച് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പോലീസിന് കൈമാറാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെയാണ് ഇന്ന് ഈ വിഷയത്തിൽ ഒരു വഴിത്തിരിവുണ്ടായത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഈ കുട്ടിയുടെ മാതാവിന്റെ അറിവോട് കൂടിയാണോ ഇത്തരത്തിൽ കുട്ടിയെ മർദ്ദിച്ചതെന്ന് ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ മൊഴിയെടുപ്പ് നടത്തും. കുട്ടിയുടെ മൊഴി അനുസരിച്ച് കുട്ടിയെ കൂടുതൽ മർദ്ദിക്കുന്നുണ്ട്. അതിൽ അമ്മ ഉൾപ്പെടെയുണ്ടോ, മാതാവ് ഉൾപ്പെടെയുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് വിശദമായ മൊഴിയെടുപ്പ് പോലീസ് നടത്തുന്നു. കുട്ടിയുടെ വൈദ്യപരിശോധന നടന്നു. കുട്ടിക്ക് പരിക്കുകൾ ഉണ്ട് എന്നാണ് പ്രാഥമികമായി സൂചിപ്പിക്കുന്നത്, വിവരങ്ങൾ ലഭ്യമാകുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. ഫാമിലി